ചാപ്റ്റർ 3 കിട്ടിയാ? കിട്ടാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, പേജ് നമ്പർ പറഞ്ഞു കൊടുക്കാം, ചാപ്റ്റർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നിങ്ങക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയാ? ടെസ്റ്റ് തന്നിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാ? ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായ അറ്റൻഡ് ചെയ്യാനൊക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇടുന്നത് ഞങ്ങളല്ല, ക്ലാസ് എടുത്തത് ഞങ്ങൾ അവിടെ ചെന്ന് പറയും ഇത്ര എടുത്തത്, അപ്പൊ അവരാണ് അവിടെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ, ചെയ്തു. ഓക്കെ, അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്മള് പിന്നെ നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഇതിന്റെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, യുനാനി എന്താണ്, യോഗ എന്താണെന്നൊക്കെ കുറച്ച് ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ ടീച്ചർ? ഇനി നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഇതിലുള്ളത് നമ്മൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ട. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗം ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളൂ. നമ്മൾ പഠിക്കുന്നത് എന്താ ശരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം നിലനിന്നിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് ഈ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് എന്താണെന്നുള്ളത് സൗണ്ട് ഇല്ലേ? ഞാൻ പറയണത് കേൾക്കണില്ല നിങ്ങക്ക്? ഓക്കെ 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 ഓക്കെ. ടെസ്റ്റ് ലിങ്ക് വഴി ആൻസർ ചെയ്യാമോ? ടെസ്റ്റ് ലിങ്ക് വഴി ആൻസർ ചെയ്യാമോ? അങ്ങനെ എനിക്ക് അറിയില്ലല്ല. അതറിയില്ലല്ല. ടെസ്റ്റ് ലിങ്ക് വഴി ആൻസർ എങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതിനെ കുറിച്ച് നമുക്ക് വേറെ പഠിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് വരാം. അത് ഈ ടെക്സ്റ്റ് ചെയ്ത് മാത്രമേ വരുള്ളൂ. MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ചെയ്ത് മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും ഒരു MCQ ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇതെന്താണെന്ന് നോക്കി നമ്മൾ പഠിക്കണ്ട. കാരണം നമ്മൾ ഇതിന് അത്ര ഇമ്പോർട്ടന്റ് ഇവിടെ ഇല്ല. അറിഞ്ഞിരിക്കുക. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോൾ എല്ലാ ഏരിയയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരുപാട് ടോപ്പിക് വരും. ആംബുലൻസ്, മോർച്ചറി, പിന്നെ അറ്റൻഡർമാര്, നഴ്സുമാര്, പിന്നെ സെക്യൂരിറ്റിമാര്. ആ ഹോസ്പിറ്റലിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ എക്കത്തിന്റെ കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ യുനാനി സിസ്റ്റത്തെ കുറിച്ച്, യുനാനി മെഡിസിൻ എന്താ നമ്മൾ പറഞ്ഞത്? യുനാനി എടുത്തായിരുന്ന? യുനാനി പറഞ്ഞെന്നാണോ പറഞ്ഞത്? യുനാനി സിസ്റ്റം. അപ്പൊ യുനാനി നമുക്ക് നോക്കാം. യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്, യുനാനി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയില്ല. സിദ്ധ പറഞ്ഞു. ഓക്കെ, ഒരുപാട് പേർക്ക് യുനാനി എന്താണെന്ന് അറിയില്ല. അപ്പൊ അതിന് ഞാൻ യുനാനി എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ചോദിച്ച് അത് സെർച്ച് ചെയ്തത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. യുനാനി എന്ന് പറയുന്നത് ഇപ്പൊ അത് സിദ്ധ വരെ നാച്ചുറോപ്പതി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ യുനാനിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണ്ട. ഇത്രയും മതിയാ. മെഡിസിൻ, റൈസിൻ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ, ഡിസീസ് ആൻഡ് ക്യൂർ. അത്ര അറിഞ്ഞാൽ മതിയാ. അറിയണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയാൻ എന്താ യുനാനി എന്നുള്ളത്? യുനാനി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ അതിനെ കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണ് അറിയണം. ഓക്കെ, യുനാനി ഇപ്പൊ ഇല്ല, ഇത് നിലനിൽക്കണില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളുണ്ട്. ഏതൊക്കെയാണ് 4 ദ്രവങ്ങൾ? നമ്മുടെ ശരീരത്തിൽ 4 ദ്രവങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ദ്രവം ഒരെണ്ണം, ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു വലിയ ദ്രവം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, അത് ആരും പറയും? ബ്ലഡ്. ഓക്കെ, അപ്പൊ ബ്ലഡ്, പിന്നെ ഓക്കെ നമുക്ക് പറയാം രക്തം, കഫം, പിത്തം, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളുടെ 4 ദ്രവങ്ങളാണ് ഇങ്ങനെ ഉള്ളത്. രക്തം, കഫം, പിന്നെ ബൈൽ എന്ന് പറയുന്നത് പിത്തം. പിന്നെന്താ അതില് പിത്തം എന്ന് പറയണേല് ബ്ലാക്ക് ബൈലിനാണ് ഇതിൽ ഇമ്പോർട്ടന്റ് പറയണത്. ഓറലി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു. പക്ഷോ ഞാൻ മറന്നുപോയില്ല. മോറലി വെച്ച് നമ്മൾ എവിടെ മോറലി പറഞ്ഞത്?
മോറലി എവിടെ വരുന്നത്? യോഗയില്. മോറലി ആൻഡ് സ്പിരിച്വലി. വേറെ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാ? കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആരെങ്കിലും? നോക്കിയാർന്ന ആരെങ്കിലും? യോഗയില്. ഓക്കെ, ആരെങ്കിലും വേറെ ആരെങ്കിലും നോക്കിയാർന്ന? മോറലി എന്ന് വെച്ചാൽ ധാർമ്മികമായി. ധാർമ്മികമായി എന്ന് വെച്ചാൽ എന്താ അതിന്റെ കറക്റ്റ് മലയാളം? മോറലി എന്ന് വെച്ചാൽ കറക്റ്റ് ധാർമ്മികമായിട്ട്. ധാർമ്മികമായി എന്ന് വെച്ചാൽ എന്താ? മനോവീര്യം, ഗുണപാഠം. അതന്നെ, അതാണ് കറക്റ്റ് തന്നെ. നമ്മള് നല്ല ഇതില് അച്ചടക്കത്തോടു കൂടി വിശ്വസ്തോടുകൂടിയൊക്കെ സന്മാർഗമായി മോറൽ, നമ്മൾ മോറൽ സയൻസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മോറൽ സയൻസ് വെച്ച് എന്താ? നല്ല മാർഗം, സന്മാർഗം അല്ലെ? അപ്പൊ മോറലി ആയിട്ട് ഇവിടെ യോഗയില് പറയണത് സ്പിരിച്വൽ ആയിട്ട്, ആത്മീയമായിട്ട്, ധാർമ്മികമായിട്ട് നമ്മൾ കറക്റ്റ്. ഇപ്പൊ യോഗ ചെയ്യണ എങ്ങനെയായിരിക്കും യോഗ ചെയ്യണേ? എത്തിക്കലി ആത്മവിശ്വാസം, നമ്മൾ നല്ലൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇരിക്കണ കാര്യത്തിൽ നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ യോഗ ചെയ്യണത്? അതിന്റെ ഒരു ആ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യണത്. മോറലി അതാണ് അവിടെ മീൻ ചെയ്യണത്. അതിന് നമ്മൾ കറക്റ്റ് അർത്ഥം നോക്കി പോയാൽ ഇവിടെ സൂട്ടബിൾ ആവില്ല. നമ്മൾ യോഗയാണ്, ബോത്ത് സയൻസ്, അത് ആർട്ടും ഇതും ചേർന്നിട്ടുള്ളതാണ്, സയൻസും ആർട്ടും ചേർന്നിട്ടുള്ളതാണ്. അത് നമ്മുടെ ആരോഗ്യത്തെ, ഹെൽത്തിനെ എന്ത് ചെയ്യും? ശാരീരികവും മാനസികവും ഈ ധാർമ്മികമായി, നമ്മുടെ ഈ വിശ്വാസമായി, നമ്മുടെ ആത്മീയമായൊക്കെ ആരോഗ്യ ജീവിതത്തെ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ആരോഗ്യ ജീവിതം നമ്മൾ നല്ല മെന്റലി പവർ ആയിട്ട് കിട്ടും. മെന്റലി പവറാണ് മെയിൻ ആയിട്ട് യോഗ ചെയ്യുന്നത് അല്ലെ? കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെന്റലി പവർ കിട്ടും. നമുക്കൊരു എല്ലാത്തിനും നല്ലൊരു റിലീഫ് കിട്ടും അല്ലെ? കുറച്ചു നേരം നിങ്ങൾ എല്ലാവരും ഇത് ഫ്രീ ഉള്ള സമയത്ത് പോയി ഒരു 10 മിനിറ്റ് കണ്ണൊക്കെ അടച്ച് നിങ്ങൾ ഒരു കറക്റ്റ് ലെവലില് ഇരുന്ന് കൊണ്ട് നിങ്ങൾ ആ യോഗ ഇതിലൊന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങളൊന്ന് നമുക്ക് പല രീതിയിൽ യോഗ ചെയ്യാം, റിലാക്സിലാവും. അപ്പൊ തന്നെ നമ്മളൊരു 10 മിനിറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കണ്ണൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഫുൾ നല്ലൊരു പവർ ആയിരിക്കും, മെന്റലി പവർ ആയിരിക്കും. അതാണ് ഇവിടെ മോറലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് വേറെ കൂടുതൽ അങ്ങനെ നമ്മൾ ഇതിന്റെ കറക്റ്റ് അർത്ഥം തേടി പോയാൽ ഇവിടെ യോഗയ്ക്ക് സൂട്ടബിൾ ആവില്ല. അപ്പൊ സ്പിരിച്വലി ആൻഡ് മോറലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടും കറക്റ്റ് അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, സയൻസിന്റെ 2 ഭാഗമുള്ളത് യോഗ ബോധത്തിന്റെ മാട്ടിന്റെ മെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തെ ഈ ആത്മീയമായിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ശരീരത്തിന് നല്ല ഒരു എനർജിയും ഒരു മെന്റൽ പവർ തരുന്ന ആ ഒരു ശാസ്ത്രവും കലവുമാണ്. ആർട്ട് എന്ന് പറയുന്നത് ശാസ്ത്രവുമാണ്, അതോടൊപ്പം തന്നെ അത് നല്ലൊരു കലയുമാണ് ഈ യോഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ല. നമുക്ക് യുനാനി സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ 4 ദ്രവങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. യുനാനി സിസ്റ്റം അതും പ്രൊമോട്ട് ചെയ്യണത് ഹെൽത്തും പിന്നെ പ്രിവെൻഷൻ ചെയ്യണത് ഡിസീസും, നമ്മുടെ അസുഖമാണ്. എല്ലാവരും നമ്മളെ ബേസ് ചെയ്ത് ഇതിനെല്ലാവരും പോണത് എന്താ? യുനാനി ആയാലും യോഗ ആയാലും സിദ്ധ ആയാലും എല്ലാം ബേസ് ചെയ്ത് പോണത് നമ്മുടെ ഡിസീസ് ആണ്, നമ്മുടെ അസുഖത്തെയാണ് അല്ലെ? അപ്പൊ ഈ 4 ദ്രവങ്ങൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 4 ദ്രവങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ വരും. ഒരെണ്ണത്തിന് കുറവ്, ഒരെണ്ണത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഏറ്റക്കുറിച്ചിൽ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അസുഖങ്ങൾ വരും. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ ബ്ലഡ് നമ്മൾ ഒരു ദ്രവം എന്ന് പറഞ്ഞു. ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് നല്ല ലെവലിൽ നമുക്ക് സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമ്മളൊരു എനർജി, നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ആക്റ്റീവ്. ബ്ലഡ്, യൂറിൻ ആൻഡ് പിത്തം, ബൈൽ, പിന്നെ കഫത്തിന് എന്താ പറയാ? ഫലം, PHELGM, ഫലം എന്നാ പറയാ കേട്ടോ, ഫലം. അപ്പൊ അത് കഫം. പിന്നെ ഈ കറുത്ത പിത്തം, ഈ ബൈലിന് നമ്മൾ പറഞ്ഞു. ബൈൽ എന്ന് പറയുന്നത് യെല്ലോ ബൈലുണ്ട്, ബ്ലാക്ക് ബൈലുണ്ട്. പക്ഷെ ഇതില് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്നത് എന്താ? നമുക്ക് പിത്തം ഉത്പാദിപ്പിക്കുന്ന പിത്താശയത്തിലെ പിത്തം നേടിയിട്ടില്ലേ നിങ്ങൾ? പിത്തം. ഓക്കെ, അപ്പൊ ഈ 4 ദ്രവങ്ങളില് ഏതെങ്കിലും ഒരു ദ്രവത്തിന് കറക്റ്റ് ലെവലില് അതിനൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് എന്തുണ്ടാവും? അസുഖങ്ങൾ വരും അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ബ്ലഡിന്റെ കാര്യം പറഞ്ഞു. ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ലെവലില് പാസ് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് എന്തായിരിക്കും? ഒരു ആരോഗ്യമുള്ള ആള്
നമുക്ക് സർക്കുലേഷൻ നടക്കില്ല, വല്ല ബ്ലോക്ക് വരും, ഹെമറേജ് വരും, അങ്ങനെയാണ് അറ്റാക്ക്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അല്ലെ. ഹെമറേജ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ രക്തക്കുഴലുകൾ പൊട്ടണം എന്ന് വെച്ചാല് അത് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കിടക്കാണ്ടാവുമ്പോ അവിടെ ബ്ലഡ് വെയിനില് ബ്ലോക്ക് ആയി കിടക്കുമ്പോൾ എന്താ, ബ്ലഡ് വെസൽസ് പൊട്ടുമ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനെയാണ് അറ്റാക്ക് വരുന്നത്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഈ 4 ദ്രവങ്ങളിൽ പെട്ടതല്ലേ ബ്ലഡ്. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മുടെ അതിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടായി തുടങ്ങും. ഈ രോഗം എങ്ങനെ നമ്മൾ മാറ്റാം, ഈ 4 അവയവം ഇതിനെ ബാലൻസ് ചെയ്താണ് നമ്മൾ യുനാനി സിസ്റ്റത്തിൽ ഇത് മാറ്റുന്നത്. നമ്മുടെ ആയുർവേദം അലോപ്പതിയുടെ കാര്യമല്ല പറയണത്, യുനാനിയില് ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് രോഗങ്ങളെ മാറ്റിയെടുക്കുന്നത്. മനസ്സിലായ? ഈ 4 സംഗതികളും ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്രമാണ് യുനാനി സിസ്റ്റം. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി, ഇതിന്റെ നോട്ടൊന്നും ആരും എഴുതിയെടുക്കണ്ട. ഇതിന്റെ ഉള്ളിലൊന്നും ഞാൻ ഈ പുറത്തുനിന്ന് പറയണതൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് അവരും ഉള്ളിൽ അവർക്കറിയില്ല. നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക് അവിടെ ചെന്ന് പറഞ്ഞ് ഇത്രയും പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. അല്ലാതെ ഞാൻ ഈ പറയണതിന് ക്വസ്റ്റ്യൻസ് വരില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയണേ. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യുനാനി ഒരുപാട് പേര് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയണേ. അപ്പൊ യുനാനി ചികിത്സ ഈ 4 എണ്ണത്തിനെ ബേസ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് അതിനെ കറക്റ്റ് ലെവലിലാക്കിയിട്ടാണ് ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്രമാണ് ഈ യുനാനി ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ സാധാരണയായിട്ട് പച്ചമരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. യുനാനിക്ക് എന്താണ് ഉപയോഗിക്കുന്നത്? പച്ചമരുന്നുകൾ. ഈ പച്ചമരുന്നുകൾ ഗുളിക രൂപത്തിലും പിന്നെ കഷായ രൂപത്തിലും പൊടിയായിട്ടാണ് നൽകുന്നത്. ഈ പച്ചമരുന്നുകൾ പൊടിയായിട്ട് കൊടുക്കും, കഷായമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഗുളികയായിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ യുനാനി സിസ്റ്റത്തിൽ, ആ യുനാനിയുടെ. അപ്പൊ അതിലൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം യുനാനിയുടെ കുറച്ച് നോട്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നുള്ളൂ. യുനാനിയുടെ കറക്റ്റ് പറയണത് എല്ലാത്തിനും ട്രൈസ് പ്രൊമോഷൻ ഓഫ് ഹെൽത്തും അതുപോലെ തന്നെ പ്രിവെൻഷൻസ് ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ ആണ്. അത് അണ്ടർലൈൻ ചെയ്തില്ല, അത് പഠിക്കാം. ഓരോ സിസ്റ്റം ടെക്സ്റ്റിൽ പറഞ്ഞേക്കണ പോലെ പഠിക്കാം. നെക്സ്റ്റ് സിദ്ധ പറഞ്ഞില്ലേ? ഇനി നാച്ചുറോപ്പതി പറഞ്ഞാൽ മതിയാ? ഓക്കെ, നെക്സ്റ്റ് നാച്ചുറോപ്പതി അല്ലേ എടുക്കാം. ഓക്കെ, നാച്ചുറോപ്പതി നമുക്ക് പറയാം. നമ്മൾ ഭയങ്കര സ്ലോവിലാണ് പോണത്, നമ്മുടെ തീരൂല ഇങ്ങനെ സ്ലോവിൽ പോയാ. തുടക്കമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് ഇച്ചിരി ഈ പാഠങ്ങളൊക്കെ പഠിക്കാൻ കുറച്ച് ടഫാണ് മനസ്സിലാക്കാൻ അല്ലെ. ഉണ്ടാ ടഫ് ഉണ്ടോ നിങ്ങക്ക് മനസ്സിലാക്കാൻ? എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല, ഞാൻ പറയണതൊക്കെ മനസ്സിലാവണില്ലേ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും മനസ്സിലാവണില്ലെങ്കിലും പറയണം കേട്ടാ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ ഇനി നാച്ചുറോപ്പതി എന്ന് പറയുന്നതാണ് പ്രകൃതി ചികിത്സ. നാച്ചുറോപ്പതി എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സ. എന്താ പ്രകൃതി ചികിത്സ? believes that all diseases arise owing to accumulating of morbid matter in the body and okay മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, and if scope is given for its remove it provide cure or relief. ടഫാണ്. ഓക്കെ, രശ്മി ശശികുമാർ കുഴപ്പമില്ല, ടഫാണെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇത് പാസ്സാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ലേ രശ്മിക്ക്? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണുണ്ടാ? പറ്റണില്ലേ? ടെൻഷൻ അടിക്കണ്ട കേട്ടാ, എളുപ്പമായി വരും. ഓക്കെ, ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുമ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. ഓക്കെ, ഇനി ഇതിലെന്താ ഈ പ്രകൃതി ചികിത്സ ബിലീവ്സ് അതെങ്ങനെ വിശ്വസിക്കുന്നത്? ഓൾ ഡിസീസ് അക്യുമുലേഷൻ ഓഫ് മോർബിഡ് മാറ്റർ എന്ന് വെച്ചാൽ എന്താ? ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് എല്ലാ രോഗങ്ങളും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് അല്ലേ. എന്താ അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഒരുമിച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്താ അണ്ടർലൈൻ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് പറയാം കേട്ടോ. മെസ്സേജ് ലാസ്റ്റ് നമുക്ക് പറയാം. നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചിരുന്നാലേ നമ്മുടെ പാഠം തീരില്ല. ഓക്കെ, നോട്ട്സ് കാണുന്നില്ല. ഷെയർ ചെയ്ത നോട്ട്സ് കാണുന്നില്ല. ഇത് ഈ ഷെയർ ചെയ്തത് കാണാൻ പറ്റണില്ലേ? ഉണ്ട്. അതെ, നെറ്റ് സ്ലോ ആയിരിക്കും. ഒന്ന് ഇറങ്ങി കയറി വരും, അപ്പൊ ശരിയാവും.
ഓക്കെ 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 നാച്ചുറോപ്പതിയുടെ ഒരു എക്സാമ്പിൾ പറയാമോ മിസ്? ഓക്കെ പറയാം. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് കിഴി കെട്ടി ഇപ്പൊ നാച്ചുറോപ്പതിയുടെ ഒരു ചികിത്സ എന്ന് പറയുന്നത് കിഴി കെട്ടിയിട്ട്, കിഴി ഉപ്പെടുത്ത് കിഴി കെട്ടി ചിലവര് എളിക്കൊക്കെ പിടിക്കും, ഉഴിച്ചില്, അതൊക്കെയാണ് പ്രകൃതി ചികിത്സ. ഉഴിച്ചിൽ എങ്ങനെ? എണ്ണക്കിട്ട് മേത്ത് നമ്മുടെ മറ്റേ ആടുതോമയില് മോഹൻലാലിന്റെ മേത്ത് കിടന്നിട്ട് ഒരു ഇത് ചെയ്യല്ലേ, അപ്പൊ അതൊക്കെ പ്രകൃതി ചികിത്സയിൽപ്പെടും. ചവിട്ടി തിരുമ്പല്, അതൊക്കെ അതൊക്കെ നമ്മൾ ഈ നാച്ചുറോപ്പതി അതൊക്കെ പ്രകൃതി ചികിത്സയിൽപ്പെടുന്നതാണ്. പിന്നെ കിഴി പിടിക്കല്, പിന്നെ പുഴുങ്ങൽ എന്ന് പറയും. ഇപ്പൊ ഉണ്ട് കുറെ സ്ഥലത്തൊക്കെ പെട്ടെന്ന് കരിവേദന ഒക്കെ ഉള്ളവർക്ക് എന്താ ചൂടുള്ള സ്റ്റീം ബാത്ത് പോലത്തെ ഒരു സാധനത്തിൽ ഫുള്ള് ഇറങ്ങി നിന്ന് അവരെ ഫുള്ള് ബോഡി ഫുള്ള് നഗ്നായിട്ട് ഒന്നിടാണ്ട് അവരെ അതിന്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് ചൂട് പിടിക്കുമ്പോ എന്താ ഉണ്ടാവാ, അവരുടെ ശരീരമൊക്കെ നല്ലോണം ചൂടായി സ്റ്റീമിങ് അതന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രകൃതി ചികിത്സ ഒരുപാടുണ്ട്, ഓരോരുത്തർക്ക് പല രീതിയിൽ പ്രകൃതി ചികിത്സ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനെങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ബിലീവ്സ്, അത് വിശ്വസിക്കുന്നത് എന്താ, ഓൾ ഡിസീസ് അറൈവോയിങ്, സ്വന്തം ഈ അസുഖങ്ങളെല്ലാം വരുന്നത് എങ്ങനെ, നമ്മുടെ ശരീരത്തില് എന്താ ആയുർവേദിക് ട്രീറ്റ്മെന്റ് പോലെയാണ്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് പോലെയല്ല. ആയുർവേദിക് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അതിനും ഇതുപോലെ തന്നെ ഉണ്ട്. ആയുർവേദ ട്രീറ്റ്മെന്റും ഒരു നാച്ചുറോപ്പതി തന്നെയാണ്. പക്ഷെ അതിന് കുറച്ച് പഥ്യങ്ങൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നാച്ചുറോപ്പതിക്ക് അങ്ങനെ പഥ്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. അതൊക്കെ പഥ്യങ്ങളൊന്നുമില്ല. ആയുർവേദത്തിന് അങ്ങനെയല്ല. ആയുർവേദത്തിന് ഭയങ്കര പഥ്യവും ഭയങ്കര വൃത്തിയും ഭയങ്കര നമ്മളെല്ലാ കാര്യവും നോക്കണം. അതിങ്ങനെയാണ് ആയുർവേദ ട്രീറ്റ്മെന്റ്. അത് നമ്മൾ പറഞ്ഞില്ല. നാച്ചുറോപ്പതിക്ക് അങ്ങനെയല്ല. നാച്ചുറോപ്പതി പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ട്. ചിലപ്പോ കാക്കയുടെ ഇറച്ചി, തവളയുടെ ഇറച്ചിയൊക്കെ കഴിച്ച ഒറ്റമൂലി, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ പ്രകൃതിയിലുള്ളത് കൊണ്ട് അതും ട്രീറ്റ്മെന്റിൽ പെടും. ഓക്കെ, ചില അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി കാക്കറച്ചി തിന്നു കഴിഞ്ഞാൽ ചില അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറും എന്ന് പറയണത്. അപ്പൊ അതൊക്കെ നാച്ചുറോപ്പതിയാണ്. അതൊക്കെ എന്താ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രകൃതി ചികിത്സ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നാച്ചുറോപ്പതി എല്ലാ അസുഖങ്ങളും അവർ വിശ്വസിക്കുന്നത് എന്താ, ശരീരത്തിൽ എല്ലാ അസുഖങ്ങളും വല്ലത് എന്തുകൊണ്ടാ, എല്ലാ രോഗങ്ങളും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഓരോ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ വന്ന് ഒക്കുലേഷൻ കാര്യങ്ങൾ ബോഡിയിൽ വന്ന് എല്ലാവരും ഇങ്ങനെ അടിഞ്ഞുകൂടി ഭയങ്കര ഇതായി വരും. ഓരോ കാര്യങ്ങൾ ഭയങ്കര ഈ പറഞ്ഞ കഫായാലും പിത്തായാലും ബ്ലഡ് ഇതൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരു കൺട്രോൾ ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരുന്നത്. ഈ അസുഖങ്ങൾ ഈ സ്കോപ്പ് ഗിവൺ ഇറ്റ്സ് റിമൂവൽ പ്രൊവൈഡ് സുബ്രഗിലിറ്റി, ഇത് നമ്മൾ എന്താ നീക്കം ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമ്മൾക്ക് എന്ത് സാധ്യത ഉപയോഗിച്ചാണോ ഇത് നീക്കം ചെയ്യണത്. എന്തെന്നില്ല, നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ എന്ന് പറയണത് എന്ത് വെച്ചാണോ നമ്മുടെ ശരീരത്തിലുള്ള ഈ കൂടിക്കിടക്കണ കുറെ നമ്മൾ പറഞ്ഞു കൊഴുപ്പ് കൂടും ഇല്ലേ, ഒരുപാട് തടിയുള്ളവര് നമ്മൾ വിചാരിക്കും ഭയങ്കര തടിയുള്ളവർക്ക് ഭയങ്കര കൊഴുപ്പാണ്. ചിലപ്പോൾ തടിയുള്ളവർക്ക് കൊഴുപ്പുണ്ടാവില്ല, ചിലപ്പോൾ സ്ലിം പോലെ ഇരിക്കുകയാണെങ്കിലും അവർക്ക് ഭയങ്കര കൊഴുപ്പായിരിക്കും. അപ്പൊ അങ്ങനെ കൊഴുപ്പുള്ളവര് ഒക്കെ ഇതിങ്ങനെ അടിഞ്ഞു കൂടുമ്പോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും, വെയിലൊക്കെ നമുക്ക് കൂടും. അപ്പൊ ഇതിങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ എന്താ ഉണ്ടാവാ, ഈ അസുഖങ്ങളൊക്കെ അടിഞ്ഞു കൂടുമ്പോ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പെയിനൊക്കെ വരുമ്പോൾ ചിലപ്പോ അവിടൊക്കെ എന്തുണ്ടാവും, കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ട് ഈ ചവിട്ടി തിരുമ്പി ഇപ്പൊ അവിടെ കൊഴുപ്പൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ അത് ഇളക്കി കളയും. പിന്നെ നമ്മൾ ചൂടുള്ള കിഴി പിടിച്ച് ചൂട് പുറത്തേക്ക് പിടിച്ചു കഴിയുമ്പോ അതിലും കൊഴുപ്പ് അലിഞ്ഞു പോകും. പിന്നെ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞു നമ്മൾ അത് ചൂട് പിടിക്കുമ്പോ തന്നെ ഈ കൊഴുപ്പുകളും ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് തൊള്ളുമ്പോ എന്താണ് കൊഴുപ്പ്, നമ്മളിപ്പോ ഒരു ചട്ടിയില് നെയ്യ് ഉണ്ടെങ്കിൽ അതിന് ചൂടുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ഉരുകിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പലതരത്തിലുള്ള കൊഴുപ്പുകൾ നമ്മുടെ എവിടെ ഉണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സ്റ്റീം ചെയ്യും. നമ്മുടെ ശരീരത്തിലേക്ക് ചൂടുള്ള ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് നമ്മൾ ഒരു പ്രത്യേക ഇത്രയും ടെമ്പറേച്ചറിൽ നമ്മളെ അവർ സ്റ്റീം ചെയ്യും. അങ്ങനെ പല രീതിയിൽ പ്രകൃതി ചികിത്സ, അങ്ങനെയാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈ അടിഞ്ഞു കൂടിയേക്കണ ഈ സാധനങ്ങളെല്ലാം ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അങ്ങനെ എനിക്കറിയില്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഏതാണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സൂട്ടബിൾ ആയ പോലെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വേണ്ടേ, അപ്പൊ ഇതിന്റെ കാര്യങ്ങള് നിങ്ങൾ ഇങ്ങനെ പറയണതിന്റെ ഇടയിൽ മെസ്സേജ് ഇടുമ്പോൾ എന്റെ ഫ്ലോ പോവുകയാണ് പറയണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നീക്കം ചെയ്യാണ് ഈ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ വസ്തുക്കൾ, കൊഴുപ്പ് പോലെയുള്ള ഈ സാധനങ്ങൾ കളയാനായിട്ട് നമ്മൾ പല സാധ്യതകൾ ഉപയോഗിക്കും. അതാണ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മൾ ആ സാധ്യതകൾ നൽകിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടും ശരീരത്തില്? എന്ത് കിട്ടും? പ്രൊവൈഡ് ക്യൂർ ഓർ റിലീഫ്. നമുക്കൊരു ആശ്വാസവും അതുപോലെ തന്നെ നമുക്ക് രോഗശമനം കിട്ടും. ക്യൂർ അല്ലെ? നമുക്ക് രോഗശമനം കിട്ടാനും ഒരു ആശ്വാസം കിട്ടാനും നമുക്ക് ഇത് സഹായിക്കും. നമ്മൾ എന്തൊരു ചികിത്സിച്ചുകൊണ്ടാണോ നമ്മുടെ ശരീരത്തിൽ ഇത് മാറ്റുന്നത്, അപ്പൊ നമുക്ക് ഇത് കിട്ടും. അതാണ് നാച്ചുറോപ്പതിയെ കുറിച്ച് അവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ ഈ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞേക്കണത് മാത്രം, അത് പ്രൊവൈഡ് ചെയ്യണത് എന്താ, അതിന്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നെക്സ്റ്റ്, മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മുടെ മോഡേൺ ആധുനികമായിട്ട് ഈ അലോപ്പതി എന്താ, നമ്മളിപ്പ കുറെ കാലം മുമ്പാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ അലോപ്പതിയാണല്ലേ. ഇപ്പൊ കൂടുതലും എന്താ, ഹോസ്പിറ്റലുകൾ 10 നില 12 നില 13 അങ്ങനെ നിലകൾ കയറി വരെ. ഹോമിയോപ്പതി ഇല്ലേ മാം? ഹോമിയോപ്പതി ഇതില് ഉണ്ട്, പക്ഷെ നമുക്ക് പിന്നീട് വരും. ഇതിലില്ല. ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞേക്കണ ഹെൽത്ത് കെയർ സിസ്റ്റം, ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ട്രഡീഷണൽ ആയിട്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. ഹോമിയോപ്പതി വരും, ഇതിലുണ്ട്. അത് പിന്നീട് അതിന് മാത്രമായിട്ട് ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്, അത് കുറച്ച് കൂടുതലുണ്ട്. ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതിന് പുറകില് അതിന് മാത്രമായിട്ട് ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് അത് അപ്പം പഠിക്കാം. ഇപ്പൊ മോഡേൺ അലോപ്പതിക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ അലോപ്പതി നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് അലോപ്പതി ആവുമ്പോ നമ്മൾക്ക് എന്താ, ഇതുപോലെ പഥ്യം നോക്കണ്ട. നമുക്കൊരു പനി വന്ന ഒരു പാരസിറ്റമോൾ എടുത്ത് കഴിക്കാം അല്ലെ? നമ്മൾ എന്ത് വന്നാലും നമ്മുടെ വീട്ടിൽ ഒരു പാരസിറ്റമോൾ ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. വല്ല അലർജി പ്രോബ്ലം ഒക്കെ വരികയും നമ്മൾ പോയി സിട്രസിൻ, നമ്മളപ്പം നമ്മളുമായി ഇത് കഴിച്ച് നമുക്കറിയാം ഏതൊക്കെ മരുന്നാ കഴിക്കുന്നതെന്ന്. ഇംഗ്ലീഷ് മെഡിസിൻ ആണ്. അതെ, ഇംഗ്ലീഷ് മെഡിസിൻ അല്ലേ നമ്മൾ അലോപ്പതി എന്ന് പറയാ അല്ലേ? ഓക്കെ, അപ്പൊ ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടം വരെ നമ്മൾ മുമ്പത്തെ ഉള്ള ആൾക്കാർ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ 5 കഴിഞ്ഞു. ഇനി മോഡേൺ അലോപ്പതി എന്താണെന്ന് നോക്കാം. ദ മോഡേൺ അലോപ്പതി ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്, അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ഉണ്ട്? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. എന്താ, പൊതുമേഖല പൊതുവായിട്ടുള്ളതും പിന്നെ പ്രൈവറ്റ് സ്വകാര്യമായിട്ടുള്ളതും പിന്നെന്താ ഇൻഫോർമൽ നെറ്റ്വർക്ക് കെയർ പ്രൊവൈഡേഴ്സ്. അത് ഓരോ പ്രൊവൈഡ് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ്. അത് താഴെ പറയാനുണ്ട്, നമുക്കത് നോക്കാം. ഇതില് ഇൻക്ലൂഡ് ആയേക്കുന്നത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും പിന്നെ ഇൻഫോർമൽ നെറ്റ്വർക്ക് കെയർ പ്രൊവൈഡർ. നമ്മൾ ട്രീറ്റ്മെന്റ് കെയർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണ ആ ഒരു നെറ്റ്വർക്ക് ഏരിയയിൽ അല്ലെ? അലോപ്പതി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് വികസിച്ചു അല്ലെ? വികസിച്ചെന്ന് വെച്ചാൽ കയറി ഹോസ്പിറ്റൽ വരെയാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് നടത്താം. അങ്ങനെ നെറ്റ്വർക്ക് വളർന്നതിനനുസരിച്ച് ഇതിന്റെ ഇതും കൂടി. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസ്. 3 ഘട്ടത്തിലായിട്ടാണ് ഇത് തരംതിരിച്ചേക്കണേ. ഇന്ത്യയിലെ ഹെൽത്ത്, ഇതില് കൊല്ലത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, വർഷത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ഉള്ളതൊക്കെ ഞാൻ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ 3 പ്രധാനപ്പെട്ട വ്യത്യസ്ത ഘട്ടമായിട്ട്, ഡിസ്റ്റിങ്ക്ട് എന്ന് വെച്ചാൽ എന്താ, വ്യത്യസ്തമായ, ഫേസസ് എന്ന് വെച്ചാൽ ഘട്ടം. 3 പ്രധാന ഘട്ടമായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തിരിച്ചു വെച്ചേക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ളത്, നമ്മൾ മുന്നേ പഠിച്ചത് ട്രഡീഷണൽ ആണ്, അതവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വരുന്നത് എന്താ, അലോപ്പതി മോഡേൺ ഇപ്പോഴത്തെ അല്ലെ? അപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണ് തിരിച്ചു വെച്ചേക്കണേ? 3 ഘട്ടമായിട്ട്, ഡിസ്റ്റിങ്സ് 3 ഫേസ്, 3 ഘട്ടമായിട്ടാണ് തിരിച്ചേക്കണേ. അതിൽ നമുക്ക് നോക്കാം. 3 ഘട്ടത്തില് ഫസ്റ്റ് എന്താ ഇനീഷ്യൽ ഫേസ് എന്ന് വെച്ചാൽ പ്രാരംഭഘട്ടം. ഫസ്റ്റ് ഘട്ടം പ്രാരംഭഘട്ടം. അതേതാ വർഷം എഴുതി വെക്കാം, 1947 ടു 1983. അണ്ടർലൈൻ ചെയ്യാം. ഇനീഷ്യൽ ഫേസ് ഫസ്റ്റ് പ്രാരംഭഘട്ടം ചോദിക്കും, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ, പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിലെന്താ പറയണേ? ഹെൽത്ത് പോളിസി വാസ് തോട്ട് ടു ബി ബേസ്ഡ് ഓൺ ടു ബോർഡ് പ്രിൻസിപ്പിൾസ്. 2 ബോർഡ് അല്ലെങ്കിൽ 2 ബോർഡ് തത്വങ്ങളെയാണ് ഈ പോളിസി, ഹെൽത്ത് പോളിസി ഇതിൽ ചെയ്യണത്. 2 വിശാലമായ തത്വങ്ങളെയാണ് അടിസ്ഥാനമാക്കി, 2 തത്വത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇനീഷ്യൽ ഫേസ് പോണത്. ആ 2 തത്വങ്ങൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നുകൂടിയും പറയാം. ഇതാ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് പ്രാരംഭഘട്ടം, അത് തുടങ്ങിയ സമയത്തുള്ള ഘട്ടം. തുടങ്ങിയ സ്റ്റാർട്ടിങ് 1947 ടു 1983. ആ ഘട്ടത്തിൽ അത്രയും കാലയളവിലുള്ള ആ ഒരു ഫേസ് ആണ് ഇനീഷ്യൽ ഘട്ടം എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് 2 ബോർഡ് തത്വങ്ങളെ, 2 പ്രിൻസിപ്പിൾസ്, 2 തത്വങ്ങളെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ 2 തത്വങ്ങൾ എന്താ? ഫസ്റ്റ്, നൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. എന്താ, കാശ് കുറവിന്റെ പേരിൽ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ. നമുക്ക് കാശില്ലാത്തതിന്റെ പേരിൽ ആർക്കും ആരോഗ്യം, ആർക്കും എന്ത്
ഇയർ ചോദിക്കും. ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിരുന്നു. ഇതിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബുക്ക് ഇട്ടപ്പോ അത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, കൊല്ലങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇനീഷ്യൽ ഫേസ് ചോദിക്കും, അങ്ങനെ സെക്കൻഡ് ഫേസ്, ഓരോ ഫേസിന്റെ ഓരോ ഘട്ടങ്ങൾ ചോദിക്കും. പിന്നെന്താ പറഞ്ഞേ? പിന്നെ ഫസ്റ്റ് നമ്മൾ എന്താ പറയണ, 2 തത്വങ്ങൾ പറഞ്ഞു. ആ ഫസ്റ്റ് ഒന്നാമത്തെ തത്വം മാമാണോ പേപ്പർ സെറ്റ് ചെയ്യുന്നത്? ഞാനല്ലേ അതിനൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ചത് അങ്ങോട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. സെറ്റ് ചെയ്യണതൊക്കെ വേറെയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കണ്ട് ആ ബുക്കിൽ, അതുകൊണ്ട് ഞാൻ പറയണമെന്നുള്ളൂ. ഞാൻ പറയണ ക്വസ്റ്റ്യൻസ് പഠിച്ചു. കുറച്ചു മുമ്പ് ഞാൻ അണ്ടർലൈൻ ആക്കാൻ പറഞ്ഞത് ഏതാണ്? 2 സെക്ടർ, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. പിന്നെ പറയണുള്ളൂ ഇന്ത്യ ഇനീഷ്യൽ ഫേസ് ആ ഘട്ടം. പിന്നെ ഇതിൽ പിന്നെ പറയണത്, നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് കുറച്ച് കഴിഞ്ഞിട്ട് റെക്കോർഡ് ക്ലാസ് ആവുമ്പോൾ കാണുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. ഹെൽത്ത് പോളിസി വാസോട്. പിന്നെ 2 തത്വങ്ങൾ, ആ 2 തത്വങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, none should be denied health care because of the lack of pay. എന്നുവെച്ചാൽ പൈസ ഇല്ലാത്തവർക്ക്, ലാക്ക് ഓഫ് പേ എന്നുവെച്ചാൽ കാശില്ലാത്തവർക്ക്, കാശില്ലാത്തതിന്റെ പേരിൽ ആർക്കും എന്ത് നിഷേധിക്കപ്പെടരുത്? ഡിനൈഡ്, നിഷേധിക്കരുത്. എന്താ? ഹെൽത്ത് കെയർ, അവർക്കുള്ള ആരോഗ്യ സംരക്ഷണം നിഷേധിക്കപ്പെടരുത്, അല്ലെ? അതാണ് ഒന്നാമത്തെ തത്വം. അത് ഇനീഷ്യൽ ഫേസിലെ ഒന്നാമത്തെ തത്വം. രണ്ടാമത്തെ തത്വം എന്താ? ചികിത്സ. It was the moral duty of the state to provide health care to the people. This phase of moderate achievements. എന്താ രണ്ടാമത് പറഞ്ഞത്? ജനങ്ങൾക്ക് നമ്മൾ ഹെൽത്ത് കെയർ കൊടുക്കും. ജനങ്ങൾക്ക് ഈ ആരോഗ്യ പരിരക്ഷ നൽകണത് നമ്മുടെ എന്തിന്റെ കടമയാണ്? ആ ഭരണഘടന, നമ്മുടെ ആ ഒരു ഇതിന്റെ നമ്മുടെ ഡ്യൂട്ടിയാണ്, മോറൽ ഡ്യൂട്ടി. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഭരണഘടനയുടെ കടമയാണ്. ഈ ഘട്ടം നമുക്ക് എന്താ? ഇതിനെല്ലാം നമുക്ക് ടു ദ പീപ്പിൾ ദിസ് ഫേസ് ന്യൂ മോഡറേറ്റ് അച്ചീവ്മെന്റ്. ഇതിന് ഒരുപാട്, ഈ ഘട്ടത്തിലാണ് ഒരുപാട് നേട്ടങ്ങൾ കണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യത്തെ ഘട്ടത്തില് പൈസ ഇല്ലാത്തവർക്ക്, ലാക്ക് ഓഫ് പേ, ക്യാഷ് ഇല്ലാത്തവർക്കും എന്ത്? നിഷേധിക്കപ്പെടരുത്. നോട്ട് ഷുഡ് ബി ഡിനൈഡ്, നിഷേധിക്കപ്പെടരുത്. എന്ത് നിഷേധിക്കപ്പെടരുത്? ഹെൽത്ത് കെയർ, ആരോഗ്യം, ഹെൽത്ത് കെയർ നിഷേധിക്കപ്പെടരുത്. അത് വരും, അതൊന്നും വന്നിട്ടില്ല, അത് വരും. അപ്പൊ കാശില്ലാത്തവർക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ ഈ പരിരക്ഷ കിട്ടണത് നിഷേധിക്കപ്പെടരുത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയണേ? നമ്മൾ അവർക്ക്, ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അവർക്കുള്ള ആരോഗ്യ പരിരക്ഷ നൽകേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ മോറൽ ഡ്യൂട്ടി, ധാർമ്മികമായ ഡ്യൂട്ടിയാണ്, അല്ലെ? ധാർമ്മികമായ നമ്മുടെ കടമയാണ്. എന്താ? ഇവർക്ക് പ്രൊവൈഡ് കൊടുക്കേണ്ടത്. എന്ത് പ്രൊവൈഡ്? ഹെൽത്ത് കെയർ, നമ്മുടെ ആരോഗ്യ സംരക്ഷണം കൊടുക്കേണ്ടത്. ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും, ഓരോ ഈ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണോ അവരെ ഓരോ സ്റ്റേറ്റിന്റെയും അവരുടെ ഡ്യൂട്ടിയാണ്. ദിസ് ഫേസ് സേ മോഡറേറ്റ് അച്ചീവ്മെന്റ്സ്. ഈ ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരുപാട് അച്ചീവ്മെന്റ്സ്. മതിയായ ഈ ഘട്ടത്തിലാണ് ഒരുപാട് അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ കണ്ടു വന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് നേട്ടങ്ങൾ കണ്ടുവന്ന നേട്ടങ്ങൾ കണ്ടുവന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ദ ഇനീഷ്യൽ ഫേസ്, ഫസ്റ്റ് ഫേസ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തില്ല. ദിസ് ഫേസ് മോഡറേറ്റ് അച്ചീവ്മെന്റ്സ് അണ്ടർലൈൻ ചെയ്യാം. മോഡറേറ്റ് അച്ചീവ്മെന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയ ഘട്ടം ഏത് ഫേസ് ആണ്? ദിസ് ഫേസ് എന്ന് പറഞ്ഞു. ഏത് ഫേസാ? ഇൻ ദ ഇനീഷ്യൽ ഫേസ്. അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടി ഇല്ലേ? അപ്പൊ ഇനീഷ്യൽ ഫേസ് ആണ് നമ്മൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ്, ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്തത് സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഫേസിന്റെ ഇയർ അണ്ടർലൈൻ ചെയ്തിടാം. 1983 2000 അണ്ടർലൈൻ ചെയ്തിടാം. അവിടെ എന്താ പറഞ്ഞേക്കണേ? എ നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം 1983, വിച്ച് പ്രൊനൗൺസ്ഡ് ക്ലിയർലി ദ നീഡ്സ് ടു encourage private initiate in healthcare service delivery. എന്താ പറഞ്ഞേക്കണേ? ഇതിന്റെ സെക്കൻഡ് ഫേസിൽ പറഞ്ഞത് ഒരു ദേശീയ ആരോഗ്യ നയമാണ് പ്രഖ്യാപിച്ചത്. എന്താ? സെക്കൻഡ് ഫേസില് ഒരു ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ചു. അതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ഫേസില് ദേശീയ ആരോഗ്യ നയം പ്രൊക്ലെയിം ചെയ്തു, പ്രഖ്യാപിച്ചു എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ പറയണതൊക്കെ അണ്ടർലൈൻ ചെയ്യണുണ്ടാ? നിങ്ങള് അണ്ടർലൈൻ ചെയ്യണുണ്ടാ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ?
ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് ഫേസ് ഇമ്പോർട്ടന്റ് ആണ്, വർഷം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? പറയണ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് പറയണത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ മെസ്സേജ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് കിട്ടില്ല. ഒന്നുകൂടിയും പറയാ, അണ്ടർലൈൻ ചെയ്യേണ്ടത് ദ ഇനീഷ്യൽ ഫേസിന്റെ ഘട്ടങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത് പോയിന്റ് പറയണത് അണ്ടർലൈൻ ചെയ്യേണ്ടത് അതിന്റെ 2 പ്രിൻസിപ്പിൾസ്, 2 ബോർഡ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു. അതിൽ ചിലപ്പോ എന്താണ് അതിൽ ചോദിക്കാം, കാശില്ലാത്തവര് എന്തില്ലാത്തവർക്കും ഹെൽത്ത് കെയറിൽ എന്താ നിഷേധിക്കപ്പെടരുത്, ആരോഗ്യം നിഷേധിക്കപ്പെടരുത്. രണ്ടാമത് പറഞ്ഞത് എന്താ, അവർക്ക് മോറൽ ഡ്യൂട്ടി, നമ്മുടെ ഓരോരുത്തരെയും അവരുടെ ഭരണഘടനയുടെ നമ്മുടെ ആ ഒരു ഇതിന്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ്. എന്താ ഡ്യൂട്ടി? നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു പ്രധാന കടമയാണ്. എന്താ പ്രധാന കടമ? എന്താ? പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഈ 2 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദിസ് ഫേസ് എ മോഡറേറ്റ് അച്ചീവ്. ഈ ഫേസ് ആണ് പിന്നീട് എന്തായത് മതിയായ നേട്ടങ്ങൾ കണ്ടുവന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും, കൂടുതൽ നേട്ടങ്ങൾ കിട്ടിയ ഫേസ് ഏതാണ്? എന്താ? ഇനീഷ്യൽ ഫേസ്. അത് അണ്ടർലൈൻ ചെയ്യാം. ദിസ് ഫേസ് എന്നുള്ളവർക്ക് ഇനീഷ്യൽ ഫേസ് ചേർത്താൽ മതി. ദിസ് ഫേസ് മോഡറേറ്റ് അച്ചീവ്മെന്റ്സ്, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഫേസിൽ തന്നെ 3 ക്വസ്റ്റ്യൻസ് കിട്ടില്ലേ? അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് ഫേസിലെ ഡേറ്റും കൊല്ലവും അത് കറക്റ്റ് അണ്ടർലൈൻ ചെയ്യാം. അതിൽ പിന്നെ നെക്സ്റ്റ് വന്നത് എന്താ? എ നാഷണൽ പോളിസി വാസ് പ്രൊക്ലൈംഡ് ദ ഫസ്റ്റ് ടൈം 1983. ഇതിനൊരു ദേശീയ ആരോഗ്യ നയമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? അതാണ് സെക്കൻഡ് ഫേസ്. ഏത് ഫേസിലാണ് പ്രഖ്യാപിച്ചത്? സെക്കൻഡ് ഫേസിൽ. കൊല്ലം ചോദിക്കും 1983. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്താ? ഓക്കെ, നെക്സ്റ്റ് എന്താ? വിച്ച് പ്രൊനൗൺസ്ഡ് ക്ലിയർലി ദ നീഡ് എൻകറേജ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഡെലിവറി. എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു, അത് പ്രഖ്യാപിച്ചു അല്ലെ? അപ്പൊ വിച്ച് പ്രൊനൗൺസ്ഡ്, അതിന്റെ ആവശ്യകത പ്രഖ്യാപിച്ചത് എങ്ങനെ? നമ്മുടെ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഇനിഷ്യേറ്റ് എൻകറേജ് ഹെൽത്ത് കെയർ സർവീസ് ആണ്. എന്നുവെച്ചാൽ ആരോഗ്യ സേവന സർവീസ് ചെയ്യണത്, വിതരണം ചെയ്യുന്നതിൽ, ആരോഗ്യ സേവന വിതരണത്തില് സ്വകാര്യ സംരംഭത്തെയാണ് നമ്മളിത് പ്രോത്സാഹിപ്പിച്ചത്. അതൊന്നും അണ്ടർലൈൻ ചെയ്യണ്ട, പറഞ്ഞെന്നുള്ളൂ. വിച്ച് പ്രൊനൗൺസ്ഡ് നമ്മൾ ഇതില് പ്രോത്സാഹിപ്പിച്ചു. ആരെ? ക്ലിയർ ആയിട്ട് ദ നീഡ് എൻകറേജ് എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ആര് പ്രോത്സാഹിപ്പിച്ചേ? പ്രൈവറ്റ് ഇനിഷ്യേറ്റ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി, ആരോഗ്യ സേവന വിതരണത്തിലുള്ള ആ സ്വകാര്യ സംരക്ഷണത്തെ, സ്വകാര്യമായിട്ടുള്ള ആ ഒരു സംരക്ഷണം കൊടുക്കൂലേ, സ്വകാര്യ പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്, അവരെയാണ് ഇത് എന്ത് ചെയ്തത്? പ്രോത്സാഹിപ്പിച്ചത്, എൻകറേജ് ചെയ്തത്. നെക്സ്റ്റ്, ദ പോളിസി ഓൾസോ intensified the access to publicity funded പ്രൈമറി ഹെൽത്ത് കെയർ. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ദ പോളിസി. ഏത് പോളിസിയാ? ഇനീഷ്യേറ്റിംഗ് ഹെൽത്ത് കെയർ സർവീസ് നമ്മൾ പറഞ്ഞു, ഡെലിവറി ചെയ്യണത് അല്ലെ? ആ പോളിസി എന്താ? ഈ നയങ്ങൾ അത് നമ്മുടെ എങ്ങനത്തെ ആയിരിക്കണം? ഇന്റൻസിഫൈ ചെയ്യേണ്ടത് പബ്ലിക് ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത് കെയർ ആയിരിക്കണം. പൊതുധന സഹായത്തോടെയുള്ള സാധാരണ പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള ഒരു ഇതായിട്ട് വേണം നമ്മൾ, ഒരു പ്രവേശനമായിട്ട് വേണം ഈ ദേശീയ ആരോഗ്യ പരിപാടികൾ നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ്. ഇതിന്റെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം NHP, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? എങ്ങനെയാണ്? NHPയുടെ ഫുൾ ഫോം എഴുതി വെച്ചോ, അണ്ടർലൈൻ ചെയ്തിട്ടോ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് NHP, അത് അണ്ടർലൈൻ ചെയ്തിടാം.
അതെ, കറണ്ട് ഇല്ല, സോറി ഇല്ല, കറണ്ട് ഇല്ലേ, ജനറേറ്ററിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഇടക്കിടക്ക് നെറ്റ് സ്ലോ ആയി പോണാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ക്ലാസ് നിർത്താനാണ് അവർ പറയണത്. ഈ പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. ഓക്കെ, നെറ്റിന് കറണ്ട് വന്നിട്ടില്ല, നെറ്റ് ഇത് ചിലപ്പോ ഇപ്പൊ പോകും. അപ്പൊ ഇതില് പിന്നെ നമ്മൾ പറഞ്ഞ ആരോഗ്യ സേവന സംരക്ഷണം, നമ്മൾ പറഞ്ഞു ആരോഗ്യ സേവന സംരക്ഷണത്തില് PDF ആരോഗ്യ സേവന സംരക്ഷണത്തിൽ എന്താ പറയണേ നമ്മള്? ഇതിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു? നിങ്ങള് ഞാൻ പറയണത് കേൾക്കണില്ലേ? കേൾക്കാൻ പറ്റണില്ലേ? സെക്കൻഡ് ഫേസ് ഒന്നുകൂടെ പറയുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഫേസ് എന്താ പറഞ്ഞേ? സെക്കൻഡ് ഫേസ് പറയാം. നമ്മള് ഈ സെക്കൻഡ് ഫേസിന്റെ പോളിസി സ്റ്റാർട്ട് ചെയ്തത് ഓർക്കാം. സ്റ്റാർട്ട് ചെയ്ത വർഷം 1983. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്? ക്ലിയർലി നീഡ് എൻകറേജ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഹെൽത്ത് കെയർ സർവീസസ് ആണ്. അത് അണ്ടർലൈൻ ചെയ്യാം. എന്തിനെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? അണ്ടർലൈൻ ചെയ്യാം. എന്തിനാണ് എൻകറേജ് ചെയ്യണേ? പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ്. അത് അണ്ടർലൈൻ ചെയ്യും. ആദ്യം എല്ലാവരും അത് അണ്ടർലൈൻ ചെയ്തേ. സെക്കൻഡ് ഫേസ് എന്തിനെയാണ് എൻകറേജ് ചെയ്യണേ? എന്താണ് ഒരു സെക്കൻഡ് ഫേസിൽ മെയിൻ ഇംപ്രൂവ് ചെയ്യണ നമ്മള് എൻകറേജ് ചെയ്യണത് എന്താ? പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ. അത് അണ്ടർലൈൻ ചെയ്താ? ഓക്കെ, അപ്പൊ ഇതില് സ്വകാര്യ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ രണ്ടാമത്തെ ഫേസ് തുടങ്ങിയത്. സെക്കൻഡ് ഘട്ടം തുടങ്ങിയത് സ്വകാര്യ സംരക്ഷണം, പ്രൈവറ്റിലെ അതിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഘട്ടം തുടങ്ങിയത്. അപ്പൊ ഈ ഘട്ടം തുടങ്ങിയപ്പോ ദ പോളിസി ആൾസോ ഇന്റൻസിഫൈഡ് ദ ആക്സസ് ടു പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് വെച്ചാൽ പബ്ലിക്കലി ഫണ്ടഡ് പ്രൈമറി ഹെൽത്ത് കെയർ. അപ്പൊ ഈ നയം പൊതുജന സഹായത്തോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ഈ ഘട്ടം, ഈ സെക്കൻഡ് ഫേസ് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവേശനം ഹോസ്പിറ്റലില് ഇവര് ഓരോരുത്തർ പ്രവേശനം വരുമ്പോൾ അതിന് എന്താ ദേശീയ ആരോഗ്യ പരിപാടികൾ കൊടുക്കണം. ഇത് കൊടുക്കാനായിട്ട് മെയിൻ ആയിട്ട് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയ എവിടെയാണ് പോയത്? ഈ ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഫസ്റ്റ് ലക്ഷ്യം നമ്മുടെ എന്താ? പ്രൈവറ്റ് ഇത് കൊണ്ടുവരണം. ഇത് പ്രൈവറ്റ് സ്വരൂപിച്ച് ഇത് കൊണ്ടുവന്നത് പൊതുജനങ്ങളുടെ പൊതു സഹായത്തോടു കൂടിയാണ്. ഇത് എവിടെയാണ് ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഹെൽത്ത് ഫെസിലിറ്റി കൊണ്ടുവന്നത്? ഇൻ റൂറൽ ഏരിയാസ്. അത് അണ്ടർലൈൻ ചെയ്യാം. എവിടെയാണ്? ഗ്രാമങ്ങളിലെ, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങളുടെ ഗ്രാമങ്ങളിൽ. അത് അണ്ടർലൈൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ റൂറൽ ഏരിയാസിലാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഫസ്റ്റ് വന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ അവിടെ പഠിക്കാനായിട്ട്. അപ്പൊ അത് മെയിൻ ആയിട്ട് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഹെൽത്ത് കെയർ സർവീസ്, അത് അണ്ടർലൈൻ ചെയ്യാം. അതെന്താ ക്ലിയർ ആകുന്നില്ല? നെറ്റ് ഈ പ്രോബ്ലം ആണ്. നമുക്ക് ക്ലാസ് എല്ലാം വൈൻഡപ്പ് ചെയ്യാം. നെറ്റ് കറക്റ്റ് ആവുന്നില്ല, അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. കറണ്ട് ഇല്ല ഇവിടെ, ജനറേറ്ററിലാണ്. ജനറേറ്ററിൽ ചാർജ് കുറഞ്ഞു വരെയാണ്, അതുകൊണ്ടാണ് കറണ്ട് ഇല്ല, നെറ്റ് ഇല്ല, കേൾക്കാത്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ സെക്കൻഡ് ഫേസ് ഒന്ന് വായിക്കാം. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സെക്കൻഡ് ഫേസ് അങ്ങനെ എടുത്ത് തീർത്ത് ഒന്നുകൂടിയും പറയാം. സെക്കൻഡ് കേൾക്കാത്തവർ ഒന്നുകൂടിയും ശ്രദ്ധിച്ച് കേട്ടോ. ഈ അണ്ടർലൈൻ ചെയ്യേണ്ടത് അതിന്റെ ഘട്ടം ഓർക്കാം, വർഷം ഓർക്കാം. പിന്നെ അത് എൻകറേജ് ചെയ്യണത് എന്തിനാണ്? അത് പ്രോത്സാഹിപ്പിക്കണേ? ചോദിക്കും എന്തിനെയാണ് സെക്കൻഡ് ഫേസ് എൻകറേജ് ചെയ്യണേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് ഈ ഭാഗം. അത് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് ചോദിക്കുന്നത് ഏതാ? അതിന്റെ പോളിസിയിൽ ഇത് ഫസ്റ്റ് എവിടെ വന്നത്? ഇൻ റൂറൽ ഏരിയ. അണ്ടർലൈൻ ചെയ്യാം. എവിടെയാണ്? റൂറൽ ഏരിയയിൽ. മനസ്സിലായ? ഞാനിപ്പോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഫെസിലിറ്റീസ് വന്നത് ഇൻ റൂറൽ ഏരിയ ത്രൂ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഫസ്റ്റ് ഇത് വന്നത് റൂറൽ ഏരിയയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങളിൽ. ഓക്കെ, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് ഒരു സൗകര്യം ഒരുക്കാനായിട്ടാണ് ഇത് വന്നത്. മനസ്സിലായ? ഗ്രാമപ്രദേശങ്ങളിൽ അവർക്ക് ഹോസ്പിറ്റലൊന്നും അങ്ങനെ കിട്ടില്ല. അപ്പൊ അവർക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കിട്ടും. അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, രോഗികൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ്
നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ അവിടെ ഫെസിലിറ്റീസ് അവിടക്ക് വേണ്ടിയിട്ട് ഇട്ടത് റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾക്ക് ഫണ്ട് യൂസ് ചെയ്യുമോ? പ്രൈവറ്റില് എന്ന് വെച്ചാല് ജനങ്ങളുടെ നമ്മൾ ഇത് എങ്ങനെ ഉണ്ടായിക്കണേ? സെക്കൻഡ് ഫേസിൽ പബ്ലിക് പ്രൈവറ്റ് നമ്മൾ ഇത് റെഡിയാക്കി, പോളിസി റെഡിയാക്കിയത് എങ്ങനെ? പ്രൈവറ്റ് പബ്ലിക്കിന്റെ ഫണ്ട് കൊണ്ടാണ് അല്ലെ? പ്രൈമറി ഹെൽത്ത് കെയർ കൊണ്ടുവന്നത് പബ്ലിക്കിന്റെ ഇത് കൊണ്ടല്ലേ? അത് നമ്മൾ പറഞ്ഞു. ഈ നയം കൊണ്ടുവന്നത് പൊതുധന സഹായത്തോടെ കൂടെയാണ് പ്രാഥമിക ആരോഗ്യ സംരക്ഷണം കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നത് എവിടെയാണ്? ഈ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സൗകര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ വിപുലീകരണം കൂട്ടാൻ വേണ്ടിയിട്ട്, നല്ല സൗകര്യത്തിന് കിട്ടാനും അവരുടെ വിപുലീകരണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം കൊണ്ടുവന്നത്. മനസ്സിലായ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി എങ്ങനെ ഇതിൽ കൂടുതൽ പറയാം? ഓക്കെ ഇനി നമുക്ക് നെറ്റിന്റെ ഇതുണ്ട്, ഇപ്പൊ കട്ടാവും. അതുകൊണ്ട് എല്ലാവരും മൈൻഡപ്പ് ചെയ്തോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3ാമത്തെ പോയിന്റ് തുടങ്ങി എടുക്കാം. ഒന്ന് വായിച്ചു നോക്കാട്ടാ. ഓക്കെ, താങ്ക് യു all.